വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല പഴുത്ത അരിയുണ്ടൻ മാങ്ങകളാണ് ഇരിക്കുന്നത്. കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു 7 എടുത്തിട്ട് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. അതിനാദ്യം തന്നെ വൃത്തിയാക്കി നെക്കെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി കൈകളൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതൊന്ന് നല്ലപോലെ ഞാനൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു പൾപ്പൊക്കെ. കാരണം സാധാരണ കുക്കറിയിട്ട് അടിച്ചെടുക്കുകയാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ കുക്കറിലിട്ട് അടിക്കുന്നില്ല, വേവിച്ചെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടി ശർക്കരയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ മാങ്ങകളൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് തേങ്ങയും ഒരു വലിയ പച്ചമുളകും ഒരു ചെറിയ ഉള്ളിയും ചെറിയ 2 കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങകൾ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതേ ജാറിൽ തന്നെ ആവശ്യത്തിന് തൈര് എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈരും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി നമ്മൾ ഫൈനൽ ഘട്ടമായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇനി കടുക് വറുത്തിടണം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും വറ്റൽമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കോരി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇടാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.